അഭി നീ ഇങ്ങനെ കാണാറില്ലല്ലോ. എനിക്കളെ പിരിഞ്ഞ് ഞാനിപ്പോ 20 കൂട്ടുകാരുമായി പോയില്ലേ? അതിന് നിന്നോട് വന്നു പോലെ ആരെങ്കിലും പറഞ്ഞു? നീ തലയും ആമോസമാണ് വീണവനാ. നിന്നെ എനിക്ക് ഉപേക്ഷിക്കണം. മറ്റ് പലരും ഉപേക്ഷിച്ചാലും നിന്നെ എനിക്ക് ഉപേക്ഷിക്കണം. നമ്മൾ സ്വലാതിയല്ലോ. ആ എന വനത്തിലേ ചേരൂ. പണ്ടുള്ള കാരണന്മാര് പറഞ്ഞിട്ടുള്ളതൊന്നും വെറുതെ അല്ല. ഈ സംശയക്ക് സ്തുതിയായിരിക്കട്ടെ. ഓഹോ, അപ്പോൾ ഞാൻ കേട്ടതിലും കൂടുതലാണ് കാര്യങ്ങളല്ലേ? ആ നമ്മൾ ക്രിസ്ത്യാനികളല്ലേ വച്ചു. അന്യജാതിക്കാരുമായി കഴിയുന്നതും അകന്നിരിക്കുന്നതല്ലോ നല്ലവൻ. എനിക്ക് വറിച്ചും നാണുപിള്ളയും ഒന്നാണ്. നിങ്ങളെ രണ്ടായിട്ട് കാണാൻ എനിക്ക് കഴിയില്ല. അത് പണ്ട്. ഇപ്പൊ രണ്ടാണ്. രണ്ട് ജാതി, നായരും ക്രിസ്ത്യാനി. ജനിക്കുമ്പോൾ വറീച്ചൻ നാണുപിള്ളയും നാണുപിള്ള വറീച്ചനുമായി ജനിച്ചിരുന്നെങ്കിലോ? ദൈവം നമുക്ക് ഒന്നേ ഉള്ളൂ വറീച്ച, സ്നേഹം. അച്ഛൻ ഇപ്പൊ പ്രത്യേകിച്ച് ഇങ്ങോട്ട് വന്നത് നിങ്ങളെ കാണാൻ വേണ്ടി തന്നെ. ഇക്കാര്യത്തെ അച്ഛൻ ഇടപെടരുത്. പള്ളിക്കാര്യം വല്ലതും ഉണ്ടെങ്കിൽ പറ. ഇതും പള്ളിക്കാരും തന്നെയാണ്. മിശിഹാ തമ്പുരാൻ പറഞ്ഞിട്ടുള്ളത്, നീ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. നമ്മളെ മക്കളനുസരിച്ച് അയൽക്കാരെ സ്നേഹിച്ചതിന്റെ ഫലമാണ് ഇപ്പൊ അനുഭവിക്കുന്നത്. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛാമ്മയും വറീച്ചനെ പോലെ വാശി പിടിച്ചു നിൽക്കുകയാണോ? ഒരു ഗ്ലാസ് കാപ്പി എടുക്കട്ടെ? വേണ്ട അച്ഛാമ്മേ. ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ആഹാരം കഴിക്കുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷെ ഇത് ക്രിസ്തുവിനെ ധിക്കരിക്കുന്ന വീടാണ്. പാടുകളോട് പൊറുക്കണമേ എന്നല്ലയോ ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വറീച്ചൻ തിരുത്താൻ തയ്യാറില്ല? ഇല്ല അച്ചോ. അവസാനം സിമിത്തേരി വരുന്നത് വരെ ഇല്ല. എങ്കിൽ ഞാൻ പോകുന്നു. വറീച്ചൻ നാളെ പള്ളിയിലോട്ടൊന്ന് വരണം. ആ അല്ലെങ്കിൽ എനിക്ക് നാളെ പള്ളി വരെ ഒന്ന് വരണം. എനിക്ക് ഒന്ന് കുമ്പസാരിക്കണം. പാപ്പി, എന്തോ നിന്നെ ഈടെയെങ്കിലും പള്ളിയിലോട്ട് കാണാറില്ലല്ലോ. അവനെ എനിക്ക് മനസ്സിലാവും. പക്ഷെ വറീച്ച, നിങ്ങളെ മനസ്സിലാക്കാൻ ദൈവത്തിന് പോലും കഴിയില്ല. പള്ളിയിൽ പോവുകയും കഴുത്തിൽ വെന്തിങ്ങ തൂക്കുകയും ചെയ്തുകൊണ്ട് മാത്രം ആരും ക്രിസ്ത്യാനിയാവില്ല. ക്രിസ്തുവിനെ മനസ്സിലാക്കുക. കഴിയുമെങ്കിൽ അനുസരിക്കുക. അച്ഛോ, ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് പോവാ. വേണ്ട എന്നാണ് അച്ഛൻ, ഇന്നിരിക്കില്ല. ഞാൻ വരട്ടെ. മനസ്സിലായില്ലല്ലോ. ഞാൻ മേരി, പരിമളം മേരി. പരിമളോ? മേരി എന്ന് വെച്ചാൽ? അയ്യോ, എന്നെ മറന്നുപോയോ? ഒരു ദിവസം ഞാൻ എത്ര പേരെ കാണുന്നു, എത്ര പേരെ പരിചയപ്പെടുന്നു, ഇതെല്ലാം ഓർമ്മിക്കാനൊക്കെ പോസിബിൾ. എനിക്ക് നാല് കാശായ തന്നെ ആളുകളൊക്കെ മറന്നില്ലേടാ. എനിക്കൊരാളെ കാറ്റ് മാറുന്നു. മത്സ്യം മത്സ്യം മത്സ്യഗന്ധം നീ നാറുന്നു. നീ നാറും. നീ അതിനേക്കാൾ മാറിയ ഒരു തൊലിവെളുത്ത പെണ്ണിനെ കണ്ടപ്പോ നീ ആള് മാറിയില്ലടാ. എന്റെ പൊന്നു മേരി, നീ എന്നെ അപമാനിക്കല്ലേ. ഞാൻ മദ്രാശി പോയിട്ട് വരുമ്പോ വില കൂടിയ ഒരു സെന്റ് നിനക്ക് അമാവിച്ചോണ്ട് വരാം. അപ്പൊ താൻ മദ്രാസിക്ക് പോലെയാണ്. ആ ഒരു ചെറിയ ബിസിനസ് വന്നിട്ടുണ്ട്. ചിലപ്പോ ഒത്താരങ്ങ് ഒക്കും. മനസ്സിലായി. ഒത്താ നല്ല പോലെ ഒക്കും. അയ്യോ, ഇത് അതൊന്നും അല്ലടേ. ഇത് ഇമ്പോർട്ട്, എക്സ്പോർട്ട് ആൻഡ് ട്രാൻസ്പോർട്ട്. എന്ത് ഓർക്കായാലും ശരി, എന്റെ കാശ് വന്നിട്ട് പോയാൽ മതി. ഇല്ല തന്നെ ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് പിടിക്കും കേട്ടാ. ഓ എന്റെ മേരി, നീ നാട്ടം നീ. അയ്യോ നാട്ടു. നീ നോക്കോ, നീ ഇനി നാറായിരിക്കേ ഉള്ളൂ. പരിമളമേരി പറയണത്. പിടിക്കണ പൊട്ടിച്ച് ഇതിനെല്ലാം പിടിക്കാൻ. പിടിച്ച അയ്യോ
നാറി എന്നെ നാറ്റിട്ട് കളഞ്ഞിട്ട് ഈ നാറ്റം കൊണ്ട് ഇനി ഞാൻ എങ്ങനെ മല്ലാത്തിനും നളിനി അപ്പത്തിരിക്കുന്ന പാൽപായസം പോയിഞ്ഞു പോകല്ലേടി എടീ കരിമീൻ പാലോട് വെച്ചാ മതി, വേണമെങ്കിലേ 3-4 എടുത്ത് പൊരിച്ചോ. ആടിന്റെ കറ വെളുത്താമ്പോ മുളക് അധികം ചേർക്കല്ലേ, അച്ഛനത് ഇഷ്ടമല്ല. കോഴിയെ കൊന്നോടി, അപ്പച്ചൻ ഇപ്പൊ വരും. ഊരി നീ ഒരു ഒരത്തും. നാളെ അവന് ചോദ്യം, ഞാൻ എന്ത് ചെയ്യും? നീ പള്ളിയിൽ പോരുത്, അവരെന്ത് ചെയ്യുമെന്ന് കാണട്ടെ. അയ്യോ, അപ്പച്ചൻ എന്നെ കൊല്ലും. നമുക്ക് ഈ നാട് വിട്ട് എവിടെങ്കിലും പോവാം. നിന്നെ ഞാൻ ഒരിക്കലും പട്ടിണിക്കിടില്ല, അത് തീർച്ച. നീ എന്താ ആലോചിക്കുന്നത്? എന്റെ അപ്പച്ചൻ പാവമാണ്. നമ്മുടെ അച്ഛന്മാർ രണ്ടും പാവങ്ങളല്ല, എനിക്ക് അവർ വെറുപ്പാണ്. അല്ല പ്രബേട്ട, അവരെന്നെ നമ്മെ ഇതുവരെ വളർത്തിയത് നമ്മളെ വേദനിപ്പിക്കാൻ, തീ തീറ്റിക്കാനല്ലേ? ഇതിനു വേണ്ടി വളർത്തണ്ടായിരുന്നു. പഴയ മനുഷ്യരല്ലേ, അവർക്കിതൊന്നും മനസ്സിലാവില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവും. കാര്യം പറയാൻ ഗ്രേസ് ഇത്രയും വളർത്തിയിടണമെന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, നീ പിരിഞ്ഞു പോകുന്നതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യില്ല. പ്രബേട്ട, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് പുന്നമൂട്ടിൽ വറീച്ചിന്റെയും ഭാര്യ അച്ചാമ്മയുടെയും മകളായ ഈ നിൽക്കുന്ന ഗ്രേസിയെ വിവാഹം ചെയ്യാൻ നിനക്ക് സമ്മതമാണോ? സമ്മതമാണ്. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് കുരിയത്തറ ഔസേപ്പിന്റെയും ഭാര്യ റോസമ്മയുടെയും മകനായ ഈ നിൽക്കുന്ന കുഞ്ഞുമോനെ വിവാഹം ചെയ്യാൻ നിനക്ക് സമ്മതമാണോ? എന്നോട് ക്ഷമിക്കണം അച്ഛോ, എനിക്ക് സമ്മതമല്ല. ഈ തരവഴിത്തരം ഞങ്ങളോട് വേണ്ടായിരുന്നു അറിയിച്ച. ഇതൊരു തരം തങ്കലായ്മയായി പോയി. ഇങ്ങനെയൊന്ന് എന്റെ ആയുസിൽ ആദ്യമാണ്. മനസ്സുയോദ്യം കഴിഞ്ഞ പെണ്ണിന് വയറ്റിലുണ്ടായിന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് കുറെ കടന്നുപോയി. ഇയാള് സമാധാനം പറയാം. ഞങ്ങൾ എന്തോ ചെയ്യണം? അവൾക്ക് ചെറുക്കനെ ഇഷ്ടപ്പെടാഞ്ഞതുകൊണ്ടായിരിക്കും. താൻ തന്നെയാണോ അവളുടെ തന്ത? താൻ പലവട്ടം വന്ന് കണ്ടതല്ലേ ഞങ്ങളുടെ ചെറുക്കനെ? എടാ ജോർജ് കുട്ടിയെ ഒന്നും കൂടി തിരിഞ്ഞെന്നേ, ഇയാളൊന്ന് കാണട്ടെ. നോക്കടൂ, എന്റെ മോൻ എന്താണ് ഒരു കുറവ്? വായി പച്ച ആണും പെണ്ണും കേട്ട ഇയാളോട് വർത്താനം പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ ഇത്രയും വർഷത്തെ പുരോഹിത ജീവിതത്തിനിടയിൽ ഇങ്ങനെയൊന്ന് ആദ്യമാ. മനസ്യോദ്യത്തിന് ഒരു പെണ്ണും എതിര് പറയാറില്ല. ഇതവ കൂടുതൽ ചെയ്യാൻ പറ്റൂ. ആ നായർ ഇതും ഇതിനപ്പുറവും ചെയ്യും. അതൊന്നുമല്ല കാര്യം.